ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമന്നാരായണീയം 4-ാം ദശകത്തിലെ ശ്ലോകങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം ദശകത്തിലെ 12-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകങ്ങളിലൂടെ നമ്മൾ ധ്രുവപദം വരെ ഒരു ജീവാത്മാവ് എത്തിച്ചേരുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഭട്ടതിരിപ്പാട് വളരെ വിശദമായിട്ട് നമ്മുടെ ആ ജീവാത്മാവിൻ്റെ ഉയർച്ചയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. ഇനി ആ ധ്രുവപദത്തിൽ നിന്ന് എങ്ങോട്ടാണ് അടുത്തത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ശ്ലോകം ചൊല്ലിത്തരം, കേട്ടു നോക്കൂ, എന്നിട്ട് നമുക്കതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കാം. ആസ്ഥിതോഥ മഹരാലയേ യദാ ശേഷവക്ത്രദഹനോഷ്മണാർദ്യത്തെ ഈയത്തെ ഭവദുപാശ്രയസ്തദാ വേധസ പദമതഃ പുരൈവ വാ. ആസ്ഥിതഃ, നമ്മൾ ധ്രുവ പദത്തിലെത്തി അവിടെ നിന്ന് പിന്നെ അടുത്ത ഉയർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. എവിടത്തേക്കാണ്? ആസ്ഥിതഃ അഥ മഹരാലയേ യദാ ശേഷവക്ത്രദഹനോഷ്മണാ അർദ്യത്തെ ഈയത്തെ ഭവദുപാശ്രയഃ തദാ വേധസഃ പദ അതഃ പുരാ ഏവ വാ. വേധസഃ പദ അതഃ പുരാ ഏവ വാ. അങ്ങനെയാണ് അതിൻ്റെ വാക്കുകൾ പിരിച്ചെഴുതുമ്പോൾ വരുന്നത്. എന്തായാലും ആ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. അഥ, പിന്നെ ധ്രുവപദത്തിലെത്തി, അവിടെ നിന്ന് പിന്നെ മഹരാലയെ ആസ്ഥിതഃ, പിന്നെ ഇവിടത്തേക്കാണ് എത്തുന്നത്? മഹരാലയത്തിലേക്കാണ് എത്തുന്നത്. മഹർലോകം, അതിൽ ആ ലോകത്തേക്കാണ്, മഹർലോകത്തിലേക്കാണ് ഈ ജീവാത്മാവ് ഉയരുന്നത്. ഇത് ശ്രദ്ധിക്കണം. ആ സ്വന്തം ഇഷ്ടപ്രകാരം സ്വാതന്ത്ര്യത്തോടുകൂടി സ്വയം ഉയർന്നുയർന്നു പോവുകയാണ് ജീവാത്മാവ് ചെയ്യുന്നത്. ഈ വിശദീകരണം പ്രകാരം അവിടത്തേക്ക് എടുത്ത് എറിയപ്പെടുകയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ തള്ളി മാറ്റുകയോ അങ്ങനെയൊന്നുമല്ല. ഓരോ സ്ഥലത്തെയും ദേവതകള് അവിടത്തേക്ക് സഹായത്തോടുകൂടി, ആ ദേവതകളുടെ സഹായത്തോടുകൂടി അടുത്ത തലത്തിലേക്ക് ഉയരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ എത്തി നിൽക്കുന്നത് ധ്രുവപദത്തിൽ നിന്ന് അഥ പിന്നെ എവിടത്തേക്കാണ് പോകുന്നത്? മഹർലോകത്തേക്കാണ് ഈ ജീവാത്മാവ് എത്തിച്ചേരുന്നത്. അതിനുശേഷം എന്താണ്? ഭവദുപാശ്രയ, നിന്തിരിവടിയുടെ ഭക്തനായിട്ടുള്ള ജീവാത്മാവിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ആ ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ആ ജീവാത്മാവാണ് പോകുന്നത്. യഥാ, എപ്പോഴാണോ അവിടെ എത്തുന്നത്, ഇവിടെ ആ മഹർലോകത്തെത്തിയിട്ട് അവിടെ നിന്ന് ശേഷവക്ത്രദഹനോഷ്മണ. ശേഷൻ ആരാണ്? നമുക്കറിയാം, അനന്തനാണ്, ശേഷനാഗം എന്ന് നമ്മൾ പറയുന്നു. ആ ശേഷന്റെ വക്ത്രത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഊഷ്മാവ്, അതായത് അഗ്നിയായിട്ട് പുറത്തേക്ക് വരുന്നു. ശേഷനാഗത്തിൽ നിന്ന് വരുന്ന അഗ്നിയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള അതിൻ്റെ ഉഷ്ണം എന്തു ചെയ്യും? അർദ്യത്തെ, ആ ലോകത്ത് അത് നിറയുന്ന സമയത്ത് അവിടെ പീഡയുണ്ടാവും, അല്ലെ? അർദ്ദിക്കപ്പെടുന്ന സമയത്ത് ആ ശേഷന്റെ വക്ത്രത്തിൽ നിന്നുണ്ടാകുന്ന അഗ്നിയുടെ ചൂടിനാൽ അവിടെ പീഡിപ്പിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിലോ
തഥാ അപ്പോൾ, ഒന്നുകിൽ ഈ സമയത്ത് ശേഷനാഗത്തിന്റെ വായിൽ നിന്ന് വരുന്ന അഗ്നിയുടെ ചൂടിനാൽ പീഡിപ്പിക്കപ്പെടുമ്പോഴോ അതഹ പുരായേവ, ചിലപ്പോൾ അതിന് മുന്നേ തന്നെയോ തീരുമാനിക്കാം അല്ലെ, എനിക്ക് ആ ചൂട് വരുന്നവരും നിൽക്കേണ്ട ആവശ്യമില്ല, അതിന് മുന്നേ തന്നെ വേണമെങ്കിൽ വേധസഹപദം എന്ന് വെച്ചാൽ ബ്രഹ്മലോകം, ബ്രഹ്മാവിന്റെ ലോകത്തേക്ക് ഈയത്തെ പ്രാപിക്കുന്നു. ഒന്നുകിൽ കാത്തിരിക്കാം, കുറെ നാൾ അവിടെ സുഖമായിട്ട് താമസിക്കാം, ആ ശേഷനാഗത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഊഷ്മാവ് അല്ലെങ്കിൽ വായിൽ നിന്ന് വരുന്ന അഗ്നിയുടെ ഊഷ്മാവ് അത് പീഡിപ്പിക്കപ്പെടുന്ന കാലം വരെ കാത്തിരിക്കാം, അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ ഈ ഭഗവത് ഭക്തനായിട്ടുള്ള ജീവാത്മാവിന് ബ്രഹ്മലോകത്തേക്ക് ഉയരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു, ഉയരാൻ തീരുമാനിക്കുന്നു, പോകുന്നു. സാധിക്കുന്നു എന്നല്ല, സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോകുന്നത്. അതാണ് ഈ ശ്ലോകം പറയുന്നത്. ഇതാണ് ഈ ധ്രുവ പദത്തിൽ നിന്ന് പിന്നീട് മഹർ ലോകത്ത് എത്തിച്ചേർന്നിരിക്കുന്ന ഭഗവത് ഭക്തന്റെ ജീവാത്മാവ് അവിടെ നിന്ന് ശേഷനാഗത്തിന്റെ വക്ത്രത്തിൽ നിന്ന് വരുന്ന അഗ്നിയുടെ ചൂടിന്റെ പീഡ ആ ലോകത്ത് വരുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെയോ സ്വയം തീരുമാനിച്ചിട്ട് ബ്രഹ്മലോകത്തിലേക്ക്, വേദസഹപദം ആ ബ്രഹ്മാവിന്റെ ലോകത്തേക്ക് എത്തിച്ചേരുന്നു, പ്രാപിക്കുന്നു എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. ധ്രുവപദം വരെ എത്തുന്നതാണ് കഴിഞ്ഞ ശ്ലോകം വരെ പറഞ്ഞത്. അവിടെ നിന്ന് ബ്രഹ്മപദത്തിലേക്ക് ഉയരുന്നു. അവിടെ നിന്ന് ഈ മഹർ ലോകത്തിൽ നിന്ന് ബ്രഹ്മലോകത്തിലേക്ക് ഉയരുന്നതിനെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മുന്നേ തന്നെ ചർച്ച ചെയ്തതാണ്. ഇതേതു ലോകം, ഇതെങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ആലോചിച്ച് നമ്മൾ ചിന്തിച്ച് വിഷണ്ണരായിരിക്കണ്ട. നമ്മളിപ്പോ ഭഗവത് ഭക്തിയിലാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെയൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. ഭഗവത് ഭക്തന് ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനന്തൻ എന്നുള്ള ശേഷൻ എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം വലിയ വ്യാപ്തിയുണ്ട്. നമ്മൾ വിഷ്ണുവിനെ വർണ്ണിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അനന്തൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തമില്ലാത്തത്, ആദിയും അന്തവും ഇല്ലാത്തത്ര വലിപ്പം, അതാണ് അനന്തൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അതൊരു നാഗത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. എന്തിനെ? പ്രപഞ്ചത്തിന്റെ അനന്തതയെ. അവിടെയാണ് ഭഗവാൻ ശയിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മുടെ വിഷ്ണു ഭഗവാന്റെ രൂപം ചിന്തിച്ചാൽ നമുക്കറിയാം, ഇൻഫിനിറ്റി എന്ന് വിളിക്കുന്ന അനന്തതയിലാണ് ഭഗവാൻ കിടക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ മിൽക്കി വേ എന്നൊക്കെ പറയും, നമ്മുടെ ഗാലക്സി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് പോലെയാണ് മിൽക്കി വേ, പാല ആഴി എന്ന് നമ്മൾ പറയും. അവിടെയാണ് അനന്തൻ ഇങ്ങനെ ശയിക്കുന്നത്. അനന്തമായ കാലമാകാം, അനന്തമായ ലോകമാവാം, എന്തായാലും ഈ പ്രപഞ്ചത്തിന്, ഈ യൂണിവേഴ്സിന്റെ വലിപ്പം ഇൻഫിനിറ്റ് ആണ്, നമുക്ക് അറിയില്ല എത്രയുണ്ടെന്ന്. അവിടെയാണ് ഭഗവാൻ ശയിക്കുന്നത്. ശാന്തസ്വരൂപനായിട്ട് അവിടെ ഭഗവാൻ ശയിക്കുകയാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ശേഷനാഗത്തിൽ നിന്ന് ചൂട് ബഹിർഗമിക്കും എന്നാണ് പറയുന്നത്. കുറച്ച് മനസ്സിൽ സംശയങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ വെച്ചോളൂ. നമുക്ക് തൽക്കാലം അതിനെക്കുറിച്ച് ആലോചിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഭഗവാനോട് ഭക്തനായി തീരുക, ഭഗവാന്റെ ഭക്തനായി തീരുക എന്നുള്ളതിൽ മാത്രം ഇപ്പോൾ ശ്രദ്ധിക്കാം. അതിനൊക്കെ ശേഷമല്ലേ ശേഷലോകത്ത് പോകുന്നതോ അല്ലെങ്കിൽ ബ്രഹ്മലോകത്ത് പോകുന്നതോ ഒക്കെ നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ. ഭട്ടതിരിപ്പാട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ എന്ന്. അതുകൊണ്ട് തൽക്കാലം ഭഗവാനിലേക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട്, ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം തയ്യാറാക്കൂ, മനസ്സ് അതിനുവേണ്ടി തയ്യാറാക്കൂ. അതാണ് പറയാനുള്ളത്. ശ്ലോകം ഒന്നുകൂടെ ചൊല്ലിത്തരാം. എല്ലാവരും ഒന്ന് ഏറ്റ് ചൊല്ലി നോക്കാം. ആസ്ഥിതോഥ മഹരാലയേ യദാ ശേഷവക്ത്രദഹനോഷ്മണാർദ്യത്തെ ഈയത്തെ ഭവദുപാശ്രയസ്തദാ വേധസ പദമതഃ പുരൈവ വാ. ഇതാണ് നമ്മുടെ ജീവാത്മാവിൻ്റെ പ്രയാണം. ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നു. ഇനിയുണ്ട്, അടുത്ത ശ്ലോകത്തിലും പറയുന്നുണ്ട്, ഭഗവാനിൽ എത്തിച്ചേരുന്നത് വരെ പറയുന്നുണ്ട്. എന്തായാലും
നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തിലാണെന്നുള്ള ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ലോക നന്മയ്ക്കായിട്ട് നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസം പോലും അതിന് ഉപകരിക്കുന്ന രീതിയിലാവട്ടെ എന്ന് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് ഭഗവാനോട്, ഭഗവാനെ എല്ലാം കാത്തോളണേ, നോക്കിക്കോളണേ എന്ന് പ്രാർത്ഥിക്കാം. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ആദ്യം പറഞ്ഞ നമ്മുടെ കർമ്മങ്ങളിലെ ശുദ്ധിയും ലോക നന്മയ്ക്കായുള്ള ചിന്തയും അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കവും ഇല്ലെങ്കിൽ ഭഗവാനോടുള്ള പ്രാർത്ഥന അവിടെ എത്തില്ല എന്നുള്ളതാണ് സത്യം. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ലോക കല്യാണാർത്ഥമായിട്ട് മാറും എന്നും നമുക്ക് അതിനെ തിരിച്ചും കാണാം. എന്തായാലും ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് ഈ ശ്ലോകത്തെക്കുറിച്ച് പറയാനുള്ളത്. അടുത്ത ശ്ലോകം ഇനിയൊരു ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ